ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്ത മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. മെയ് മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച രാവിലെ പരിശുദ്ധാത്മാവിന് പറയുവാനൊരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്, അനേക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അത് ഉള്ളിലിട്ടുകൊണ്ട് നടക്കുന്ന ചിലരോട് ചില ഉത്തരങ്ങൾ പറയുവാൻ ഈ വചനത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അബലകളായ ബലഹീനരായ ചില സ്ത്രീകൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശവശരീരത്തിൽ അർപ്പിക്കേണ്ടതിന് സുഗന്ധവർഗങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ കല്ലറയിലേക്ക് പോകുന്ന സന്ദർഭമാണ് നമ്മൾ ധ്യാന ചിന്തയ്ക്കായി എടുക്കുവാനിടയായിത്തീർന്നു. അവർ തമ്മിൽ ചോദിക്കുന്ന ഒരു ചോദ്യം 4-ാമത്തെ വാക്യമാണ്. 3-ാമത്തെ വാക്യം, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ഈ കല്ലറയിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, ഈ സുഗന്ധവർഗം ശേഖരിക്കുമ്പോഴും, ഇവർ കല്ലറയിൽ പോയി യേശുവിൻ്റെ ശവശരീരത്തിൽ ഇത് അർപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴും എല്ലാം ഈ ചോദ്യം അവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഈ ശേഖരിക്കുന്ന ഈ സുഗന്ധവർഗം ഇത് അർപ്പിക്കാൻ കഴിയുമോ? നാം അവിടെ ചെന്നാൽ നാം ജീവനോടെ തിരിച്ചു പോരുമോ? കാരണം ഈ കല്ലറയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുണ്ട്. റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് ഈ കല്ലറ മുദ്ര വെച്ചിട്ടുണ്ട്. രാവിലെയാണ്, ഇരുട്ടുള്ളപ്പോഴാണ് പോകുന്നത്. അനേക ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, ഈ ചോദ്യങ്ങളെല്ലാം ഉള്ളിലുള്ളപ്പോഴും അവർ സുഗന്ധവർഗം ശേഖരിക്കുന്നതിൽ ഒരു തടസ്സവും കാണിച്ചില്ല. അവർ കല്ലറയിലേക്ക് ഇരുട്ടിൽ നടന്നു പോകുന്നതിൽ ഒരു തടസ്സവും അവർക്കുണ്ടായിരുന്നില്ല. അവർ ഈ കാര്യങ്ങൾ, തടസ്സങ്ങളെല്ലാം, ഈ ചോദ്യങ്ങളെല്ലാം അവരുടെ ഉള്ളിലുണ്ട്. അനേക ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഈ ചോദ്യങ്ങളൊന്നും കല്ലറ വരെ എത്തുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അനേക ചോദ്യങ്ങളുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് ആ കല്ല് ഏറ്റവും വലുതായിരുന്നെന്ന്. സാധാരണ ഒരു കല്ലല്ല, അതൊന്നും മനസ്സിലാക്കണം. ഏറ്റവും വലുതായിരുന്നു. ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഏറ്റവും വലുതായിരിക്കും. ഞാൻ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ വളരെ ലഘുവായ പ്രശ്നത്തെ പറയും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഉള്ള വിഷയം വലുതായിരിക്കും. ഞാൻ ഒരു വാക്ക് ഇതിനോട് ചേർന്ന് പറയട്ടെ. ഏത് മനുഷ്യൻ അനുഭവിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ വിഷയം, അത് അവർക്ക് ഏറ്റവും വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് അത് ചെറുതാണെന്നും ലാഘവത്തോടെയും അത് നിസ്സാരത്തോടെയൊക്കെ തോന്നാം. ഓ, ഇത് വലിയ കാര്യമാണോ എന്ന് പറയാം. പക്ഷേ ആ വ്യക്തി ആ ചോദ്യം ഫേസ് ചെയ്യുമ്പോൾ അവർക്കത് ഏറ്റവും വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം അനേക വചനങ്ങൾ ഇതിനോട് ചേർന്ന് പറയണമെങ്കിലും നമ്മൾ കേട്ടു തഴമ്പിച്ചതെങ്കിലും ഇതിനോട് ചേർന്ന് അതും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വിടുതൽ അനുഭവിച്ച് ആ ചെങ്കടലിൻ്റെ കരയിൽ വന്നപ്പോഴാണ് ചെങ്കടൽ അവർക്ക് മുൻപിൽ രണ്ടായി മാറുന്നത് അവർ കണ്ടത്. മരുഭൂമിയിൽ കയറിയ ശേഷമാണ് അവർ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ കരുതലായ മന്നയും വെള്ളവും ഇറച്ചിയും, ഹല്ലേലൂയ സ്തോത്രം, അഗ്നിസ്തംഭവും മേഘസ്തംഭവുമുള്ള അതിൻ്റെ ആ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന മരുഭൂമിയിൽ ചെന്ന ശേഷമാണ് യോർദാന്റെ കരയിൽ ആ പുരോഹിതന്മാർ കാൽ വെച്ചപ്പോഴാണ്, ആ വെള്ളത്തിൽ കാൽ വെക്കുമ്പോഴാണ് യോർദാൻ രണ്ടായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെരിഹോവിൻ്റെ ആ മതിലിൻ്റെ അടുക്കൽ ചെന്നപ്പോഴാണ്, അത് ചുറ്റി നടന്നപ്പോഴാണ് ഈ യെരിഹോ മതിൽ അവർക്ക് മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയും പ്രശ്നങ്ങളും പറഞ്ഞ് ഭവനത്തിലിരിക്കുന്നവർക്ക് ഇരിക്കാം. പക്ഷേ കർത്താവ് പറയുന്നത്, കല്ലറ വാതിൽക്കൽ എത്തുമ്പോൾ കർത്താവ് ചിലത് കാണിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ കരയിൽ എത്തി നിൽക്കുമ്പോൾ ആ ചെങ്കടൽ രണ്ടാകുന്നത് നമ്മൾ കാണുവാനിടയായിത്തീരും. നമ്മൾ പലപ്പോഴും ഭാരങ്ങളെക്കുറിച്ച് സങ്കല്പങ്ങളും കൂടെ കൂട്ടി വലുതാക്കുന്നതിനേക്കാൾ വലുത്, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ അടുക്കൽ കർത്താവിൽ വിശ്വസിച്ച് ചുവടുകൾ മുൻപോട്ട് വെക്കുന്നുവെങ്കിൽ കർത്താവ് അവിടെ ചില വാതിലുകൾ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ തിരിച്ചറിയുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഉത്തരം മുട്ടുന്നതും ഉത്തരം പറയാനില്ലാത്ത ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം പറയുക. ഈ സ്ത്രീകൾ അബലകളായ, കഴിയാത്ത അവരുടെ ചോദ്യം അവർ തമ്മിലാ ചോദിച്ചത്. മലാഖിയുടെ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംഭാഷിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവർ തമ്മിൽ ആ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് മറ്റൊന്നും അവർക്ക് പറയാനില്ലായിരുന്നു, തമ്മിൽ അത് പറഞ്ഞു. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, തമ്മിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ദൈവം ആ പ്രശ്നം, ഹല്ലേലൂയ, അവർക്ക് പരസ്പരം പറയാൻ ഒരു ഉത്തരമില്ല. മോശയോട് ജനം ചോദിക്കുക, നീ മുൻപോട്ട് പോയാൽ ഇറച്ചി എവിടെ, വെള്ളം എവിടെ, ആഹാരം എവിടെ ചോദിച്ചാൽ ഉത്തരമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം സത്യമാ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വാക്കിനെ വിശ്വസിച്ച് ചുവട് വെക്കുന്ന ഒരാൾ പോലും ലജ്ജിതരായിട്ടില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ അടുത്തു വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഉത്തരം മുട്ടുമ്പോൾ, നമുക്ക് ഉത്തരം പറയാൻ കഴിയാതെ നിൽക്കുമ്പോൾ നമ്മുടെ വായായി കർത്താവ് ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ചില ഉത്തരങ്ങളെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കർത്താവ് കാണിക്കും. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, സഹോദരിമാർ തമ്മിൽ വിഷയങ്ങളെ പറഞ്ഞു. കർത്താവ് അവരുടെ മുമ്പിൽ അതിൻ്റെ പരിഹാരം കാണിച്ചു കൊടുത്തു. അതേ കർത്താവേ, അവർക്ക് ആർക്കും, ആ പോയ സഹോദരന്മാരൊരാൾക്ക് പോലും അതിനൊരു ഉത്തരം പറയാൻ അവരുടെ കയ്യിലില്ല. ആരെന്ന് പറയാൻ അവരുടെ മുമ്പിൽ ഒരാളില്ല. പക്ഷേ കർത്താവ് അവർക്ക് ഉത്തരം കണ്ണിൻ മുമ്പിൽ കാണിച്ചു കൊടുത്തു. അതെ, ചെങ്കടലിൻ്റെ കരയിൽ വച്ച് ചെങ്കടൽ തുറന്നത് അവർ കണ്ടു. ഹല്ലേലൂയ. മരുഭൂമിയിൽ മന്നയും ആപ്പവും ഇറച്ചിയും വെള്ളവും എല്ലാം ആ ജനം കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. അതെ, ഹല്ലേലൂയ. യോർദാന്റെ കരയിൽ അവർ നിന്നപ്പോൾ ആ യോർദാൻ മാറി നിൽക്കുന്നത് അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്.
ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒന്നുമില്ലെങ്കിലും കർത്താവ് ഉത്തരം കാണിച്ച് അവരെ ധൈര്യപ്പെടുത്തിയതുപോലെ കർത്താവെ, വലിയ കല്ലുപോലുള്ള ഭാരം കൊണ്ട് നടക്കുന്ന ചിലരെ ഇന്ന് പകൽക്കാലം അങ്ങ് അവർക്ക് മറുപടി കാണിച്ചു കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തി പിന്നെയും ആ സന്നിധിയിൽ കർത്താവെ മുൻപോട്ട് പോകുവാൻ അവർക്ക് ബലവും ദൈവകൃപയും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾ കർത്താവെ, അവർക്കൊരു ഉത്തരമില്ല. ചിലരോട് പറഞ്ഞാൽ അവർക്കും ഒരു ഉത്തരമില്ല. പക്ഷേ ഉത്തരം കൊടുക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവ് അവർക്ക് ഉത്തരം കാണിച്ചു കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തി ഈ വചനം കൊണ്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ദിനത്തെ കർത്താവ് സഹായിച്ചുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.